പൊട്ടാത്ത ഫോൺ എന്ന രീതിയിൽ ഒരു ഫോൺ ഇറക്കിയിരിക്കുകയാണ്. അതായത് കംപ്ലൈന്റ് വരാത്ത ഡ്യൂറബിൾ ആയ ഒരു ഫോൺ എന്ന രീതിയിലാണ് ഈ ഒരു ഫോണിനെ കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഫോൾഡ് ഫോൺ എടുക്കുന്ന കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കും പേടി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഫോൾഡ് ഫോൺ വന്നിട്ട് കംപ്ലൈന്റ് വരില്ലെന്നാണ് പറയുന്നത്. താഴെ വീണാൽ പോലും സ്ട്രോങ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ടെക്നോയുടെ ഫാൻറ്റം V Fold 2 5G എന്ന ഫോണാണിത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ചെറുതായിരുന്നു പരിചയപ്പെട്ടിരുന്നുള്ളൂ. ചിലപ്പോൾ എപ്പോഴെങ്കിലും എടുക്കാൻ നേരത്തെ ഉപകാരപ്പെട്ടാലോ. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഏറ്റവും ഡ്യൂറബിൾ ആയ ഫോൺ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വിലയെല്ലാം ഞാൻ പറയാം. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഫോണാണ് കയ്യിൽ കിട്ടുന്നത്. സോ ഈ കാണുന്നതാണ് ടെക്നോ ഫാൻറ്റം V Fold 2 5G. എങ്ങനെയുണ്ട് സംഗതി? ഓപ്പൺ ചെയ്ത രീതിയിലാണ് ഇതിലിരിക്കുന്നത്. ഓക്കെ, നന്നായിരിക്കുന്നു. ഇതാണ് ഡ്യൂറബിൾ ആയ സംഗതി. ഇതിലേക്ക് വരാം. അതിനു മുമ്പ് കേസ്, പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന വേറൊരു പാക്ക് ഉണ്ട്. സോ 2 പീസായിട്ടാണ് കേസൊക്കെ വരുന്നത്. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ 1-2 കാർഡുകൾ, അതായത് സർവീസുമായി ബന്ധപ്പെട്ടതാണ്. കാൾ കെയർ അവരുടെ സർവീസ് നെറ്റ്വർക്കാണ്. അതുമായി ബന്ധപ്പെട്ട 1-2 കാർഡുകളുണ്ട്. പിന്നെ 70 വാട്ടിന്റെ ഒരു ചാർജറുണ്ട്. ടൈപ്പ് A to C അങ്ങനെ ഒരു കേബിളും കൊടുത്തിട്ടുണ്ട്, ചാർജിങ് കേബിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ ഈ കാണുന്നതാണ് ടെക്നോ ഫാൻറ്റം V Fold എന്ന് പറയുന്ന മോസ്റ്റ് ഡ്യൂറബിൾ ആയ ഒരു ഫോൾഡ് ഫോൺ. അങ്ങനെ പറയാൻ കാരണം ഇതിന്റെ സ്ട്രെങ്ത് ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ കവർ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. സ്ട്രോങ് ആണ്. എയറോസ്പേസ് ഗ്രേഡ് ഹൈ സ്ട്രെങ്ത് ഹിഞ്ച് ആണ് വരുന്നത്. 4 ലക്ഷം തവണ മടക്കി നിവർത്തി എടുത്താലും കംപ്ലൈന്റ് ഒന്നും വരാത്ത സ്ട്രോങ് ആയ രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്തിരിക്കുമ്പോഴുള്ള തിക്നസ് 5.7 mm ആണ്. ഫോൾഡ് ചെയ്തിരിക്കുമ്പോഴുള്ള തിക്നസ് എന്ന് പറയുന്നത് 11.98 mm തിക്നസ് ആണ്. സോ അപ്പോൾ 1 ലക്ഷം രൂപ താഴെ വരുന്ന സ്ട്രോങ് ആയ ഫോൾഡ് ഫോൺ അല്ലേ? ഒന്ന് താഴെയിട്ട് നോക്കിയാലോ. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഇതിന്റെ കാര്യം കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവരും പലതരത്തിലുള്ള ടെസ്റ്റുകളാണ് നടത്തുന്നത്. താഴെ ഇടുന്നു, എറിയുന്നു, പിടിക്കുന്നു, അടിച്ചു പൊട്ടിക്കുന്നു, ഭയങ്കര സ്ട്രെങ്ത് ആണെന്നാണ് പറയുന്നത്. നമുക്ക് അത്രയൊന്നും പോണ്ട. ജസ്റ്റ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ നിന്ന് താഴെ വീണാൽ, അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ താഴെ വീണാൽ എങ്ങനെ ഉണ്ടാവും, അത് മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിയോളൂ. ജസ്റ്റ് പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ താഴെ വീണ തരത്തിലുള്ള വീണ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിൽ നിന്ന് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഡിസ്പ്ലേക്ക് കാര്യങ്ങൾക്കൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, സെറ്റാണ്. സോ ഈ ഫോണിന് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും സംഭവിക്കുന്നില്ല. സാധാരണഗതിയിലുള്ള വീഴ്ചയൊക്കെ താങ്ങാൻ തക്ക ഡ്യൂറബിലിറ്റി ഉണ്ട്. എന്ന് പറയുമ്പോൾ ഇത് അൺബ്രേക്കബിൾ ആണ് എന്ന് ആരും വിചാരിക്കേണ്ട. ഇത് സ്ട്രോങ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് വാങ്ങിക്കുമ്പോൾ ആവശ്യത്തിന് ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കുക എന്നർത്ഥം. ഇത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിനാണ്. പിന്നെ ഇത് കിട്ടിയത് ഇങ്ങനെ ഒരു യൂണിറ്റ് ആയതുകൊണ്ടും കൂടിയാണ് നമ്മൾ താഴെ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മൾ താഴെ സൂക്ഷിച്ച് ഉപയോഗിക്കുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അപ്പം തന്നെയും ഉള്ളതിൽ സ്ട്രോങ് ആയ ഒരു ഫോണാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഈ ഡ്യൂറബിലിറ്റി നോക്കാൻ 4 ലക്ഷം തവണ തുറന്ന് നോക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അൺബോക്സിംഗ് ആയിട്ടുള്ളൂ. ഇനീഷ്യൽ ഇംപ്രഷനാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോഴേക്ക് ഡ്യൂറബിൾ ആണ്. ഇതിന്റെ വാൾപേപ്പറൊക്കെ നല്ല രസമാണ് കേട്ടോ. ആ ജസ്റ്റ് ഒരു ചിറക് വിരിഞ്ഞ് വരുന്ന പോലുള്ള സെറ്റപ്പ്. മിക്കവാറും ഫോൾഡ് ഫോണുകൾ ഇങ്ങനത്തെയൊക്കെ കാണുമല്ലേ. എന്തായാലും ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 7.85 ഇഞ്ച് വരുന്ന 2K പ്ലസ് അൾട്രാ ഫ്ലാറ്റ് ഫോൾഡബിൾ ആമോലെഡ് മെയിൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 ലക്ഷം രൂപ താഴെ വില വരുന്ന ഫോൾഡ് ഫോണുകളിലെ ലാർജസ്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൾഡിലുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഫോണിന്റെ വില 1 ലക്ഷം രൂപ താഴെ എന്ന് പറയുമ്പോൾ 1 ലക്ഷം ഒന്നും പോണ്ട കേട്ടോ. 79,990 ഇതിന്റെ ഓഫർ അടക്കമുള്ള പ്രൈസ് വരുന്നത്. സോ ആ വിലയ്ക്ക് ഒരു ഫോൾഡ് ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയാണ്. അത് ഇത്രയും സ്ട്രോങ് ആയ, ഒപ്പം തന്നെ ഇത്രയും നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും. കവർ ഡിസ്പ്ലേ 6.42 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ 3D കർവ്ഡ് LTPO AMOLED ഡിസ്പ്ലേ ആണ്. ഈ സൈഡിൽ ചെറിയൊരു കർവ് ഒക്കെ ഉണ്ട്. സോ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ കവർ ഡിസ്പ്ലേ. മെയിൻ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് 900 നിറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം ഡീസന്റ് ആയ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കവർ ഡിസ്പ്ലേ ആകുമ്പോൾ 1600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സോ ഡീസന്റ് ആയ ബ്രൈറ്റ്നസും വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. സോ കൊള്ളാവുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് ഈ ഫോണിന്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ കവർ ഡിസ്പ്ലേയുമായിട്ടൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. നല്ല ക്യാമറയാണ്. സാമ്പിൾ ഒന്ന് കണ്ടു നോക്കും. മെയിൻ ക്യാമറ ഇമേജുകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OIS സപ്പോർട്ടുള്ള ക്യാമറയാണ്. അതിന്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് സംഗതി? നിങ്ങൾക്ക് ഓക്കെ ആണോ, കൊള്ളാമോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ മെയിൻ ക്യാമറ തന്നെ സെൽഫി ക്യാമറയായിട്ട് പിടിച്ച് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കുന്ന സംവിധാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൻ ക്യാമറ തന്നെ സെൽഫി ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സെൽഫി ക്യാമറയുടെ സാമ്പിൾ ഇവിടെ കാണാം. മെയിൻ ക്യാമറ കൊണ്ടും സെൽഫി ക്യാമറ കൊണ്ടും വീഡിയോ എടുക്കുമ്പോഴുള്ള ക്വാളിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇത് നോർമലി എടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ വീഡിയോ ആണ്. നല്ല ക്വാളിറ്റിയാണ്. ഇത് സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റിയാണ്. ഇതിലേക്ക് വരുമ്പോഴും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ ചിന്തിച്ച് നോക്കാം. നന്നായിട്ടുണ്ടോ കാണാൻ? ഇതൊരു പ്രത്യേകത. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫുൾ HD വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 4K ഇല്ല. പക്ഷേ ഇത് ഫോൾഡ് ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഈ മെയിൻ ഡിസ്പ്ലേയിലുള്ള മെയിൻ ക്യാമറയെ നമുക്ക് സെൽഫി ആയിട്ട് പിടിച്ച് വീഡിയോ എടുക്കാൻ സാധിക്കും. ഫോൾഡ് ആണല്ലോ. പ്രിവ്യൂ നമുക്ക് ഇതുപോലെ കവർ സ്ക്രീനിൽ കണ്ടുകൊണ്ട് മെയിൻ ക്യാമറ കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കണ്ടോ? ഈ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല കിടിലൻ ക്വാളിറ്റിയിൽ 4K വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും സെൽഫി ആയിട്ട് തന്നെ. സോ അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 4K ഇല്ല എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. മെയിൻ ക്യാമറയുടെ 4K സെൽഫി ആയിട്ടും ഉപയോഗിക്കാം. സോ അപ്പോൾ ഇതിന്റെ ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങൾക്ക് തോന്നിയത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ മാത്രം ചൂസ് ചെയ്യുക, അല്ലാത്തവർ വിട്ടുകളയുക.
ബാറ്ററി 5750 mAh ആണ് വരുന്നത്. 70 വാട്ടിന്റെ വയർഡ് ചാർജിംഗ് ആണ് വരുന്നത്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബാറ്ററി എന്ന് പറയുന്നത് ഫോൾഡബിൾ ഫോണിലെ തന്നെ ലാർജസ്റ്റ് ബാറ്ററി എന്നാണ് പറയുന്നത്. സോ മൊത്തത്തിൽ നല്ല ബാറ്ററി സെറ്റപ്പും ചാർജിംഗ് സെറ്റപ്പും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് നോക്കിയാൽ യാതൊരു ഇഷ്യൂ ഇല്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഡയമൻസിറ്റി 9000 പ്ലസ് 5G എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത് അത്യാവശ്യം പവർഫുൾ ആയ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ നമുക്കിവിടെ യാതൊരു ഇഷ്യൂവും കാണാനില്ല. എങ്കിലും ഈ വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രോസസ്സറൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ ഒരു ഫോൾഡ് ഫോൺ ഈ വിലയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയാം, അങ്ങനെ പറയാൻ തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. UFS 3.1 സ്റ്റോറേജ് ആണ്, അതും വന്നിട്ട് ഏറ്റവും നല്ലതെന്നല്ല. പക്ഷേ ഇവിടുത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. സാധാരണ യൂസിനാണെങ്കിലും അത്യാവശ്യം സ്മൂത്ത് ആയ പെർഫോമൻസ് കിട്ടുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. റാം ഒക്കെ LPDDR5X തന്നെ കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് ആണ്. iOS 14.5 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ് വരുന്നത്. അതും വന്നിട്ട് ഏറ്റവും പുതിയതൊന്നുമല്ല, ബട്ട് എങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന തരത്തിൽ അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസിന് ഇഷ്യൂസ് ഇല്ല. ചില ചെറുകിട ഗെയിമുകളൊക്കെ ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്, അതിലും അപാകതകളൊന്നുമില്ല. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. സീറോ ഇഷ്യൂ, സീറോ ലാഗ്, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സെറ്റാണ്. എങ്കിലും ഇതിൽ കാണുന്ന ഈ മൊത്തത്തിലുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് അല്ല. എങ്കിലും ഈ ഒരു ഫോൾഡ് ഫോൺ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് കിട്ടുന്നു എന്ന് കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ ആണ് എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില AI ഫീച്ചറുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് സർക്കിൾ ടു സെർച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. സോ സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്. അതേപോലെ AI കട്ടൗട്ട്, നമുക്കൊരു പിക്ചറിൽ നിന്ന് ഒരു ഭാഗം കട്ടൗട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് കട്ടൗട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നോർമൽ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ Wi-Fi 6 ആണ് വരുന്നത്. NFC ഉണ്ട്, ഡോൾബി അറ്റ്മോസ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണ യൂസിന് വേണ്ടുന്ന ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ഇഷ്യൂ ഇല്ല. ഇതാ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്, കണ്ടോ? ഒരു വിഷയമില്ല, വളരെ ഫാസ്റ്റ് ആണ്. സോ അങ്ങനെ എല്ലാ ഘടകങ്ങളും പ്രധാനപ്പെട്ട നമുക്ക് യൂസർ എക്സ്പീരിയൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും, നല്ല യൂസർ എക്സ്പീരിയൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ 2 കളറിലാണ് വരുന്നത്. കാസ്റ്റ് ഗ്രീൻ, അതേപോലെ തന്നെ റിപ്പിളിംഗ് ബ്ലൂ. ഡിസൈൻഡ് ബൈ ലോ വേ എന്നാണ് പറയുന്നത്. ആ പേര് എനിക്ക് അത്ര പരിചയമില്ല, ചിലപ്പോൾ ഫേമസ് ആയ ആളായിരിക്കും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തായാലും 2 കളറിലുണ്ട്, ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, എല്ലാ ഘടകങ്ങളും ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട് കൂടി പറയേണ്ട ആവശ്യമുണ്ട്. ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ കഴിയുമ്പോൾ കയ്യിലിരിക്കുന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഘടകങ്ങളും വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് അല്ല ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു കാഴ്ചപ്പാട്, ഫോൾഡ് ഫോണുകളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ്? വില കൂടുതലാണ്, അതേപോലെ ഡ്യൂറബിലിറ്റി ഒക്കെ ഒരു പ്രശ്നമാണ്. ഈ ഫോണിൽ വില കുറച്ചിരിക്കുന്നു, ഡ്യൂറബിലിറ്റി കൂട്ടിയിരിക്കുന്നു. സോ ഇത് രണ്ടും സോൾവ് ചെയ്തുകൊണ്ട് അഫോർഡബിൾ ആയ രീതിയിൽ സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ രീതിയിലാണ് അവർ ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ, ഈ രീതിയിലാണ് ഈ ഫോണിനെ കാണേണ്ടതെങ്കിൽ ഈ ഫോൺ നല്ലതാണ്. സോ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണെങ്കിൽ സംഗതി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ഫോൾഡ് ഫോൺ ഈ ഒരു പ്രൈസിന് കിട്ടുക, കാരണം മറ്റുള്ളവർക്ക് 1.5 ലക്ഷം വരുന്നില്ലേ? അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.